കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. ഒരു ജനതയ്ക്ക് അറിവ് പകർന്നതിന്റെ പേരിൽ ഒരു സർക്കാരിന് അധികാരം നഷ്ടമായെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് മാത്രമാണെന്നും കേരളം വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകുന്നത് അത്രയധികം പ്രാധാന്യമാണെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന ട്രഷറർ SR അരുൺ ബാബു പറഞ്ഞു. വിളക്കുപാറയിൽ CPM ആയിരനല്ലൂർ ലോക്കൽ കമ്മിറ്റിയും ഡിവൈഎഫ്ഐ ആയിരനല്ലൂർ മേഖലാ കമ്മിറ്റിയും ചേർന്ന് സംഘടിപ്പിച്ച ഇസ്മായിൽ അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അരുൺ. തന്റെ ജനതയ്ക്ക് അക്ഷരം പകർന്നു കൊടുത്തതിന്റെ ഭാഗമായി, അറിവ് പകർന്നു കൊടുത്തതിന്റെ ഭാഗമായി, വിദ്യാഭ്യാസം പകർന്നു കൊടുത്തതിന്റെ ഭാഗമായി അധികാരം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലോകത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിക്കപ്പെടുമ്പോൾ അത് 989 കേരളത്തിലെ ജന്മിമാടമ്പിമാർ, കോൺഗ്രസ് അടക്കമുള്ള വലതുപക്ഷ രാഷ്ട്രീയം വിമോചന സമരത്തിന്റെ ഭാഗമായി ഈ കേരളത്തിലെ വിദ്യാഭ്യാസം എല്ലാ മനുഷ്യർക്കും സ്വായത്തമാകുന്ന നിയമം നടപ്പിലാക്കിയതിന്റെ ഭാഗമായി, വിമോചന സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഒരു ജനതയ്ക്ക് അറിവ് പകർന്നു കൊടുത്തതിന്റെ ഭാഗമായി 987 EMSന്റെ ഗവൺമെന്റിന് കോൺഗ്രസ് ഗവൺമെന്റ് 989 പിരിച്ചുവിടേണ്ടി വന്നു. അതാണ് കേരളത്തിന്റെ ചരിത്രം. വിദ്യാഭ്യാസത്തിന് അത്രമാത്രം പ്രാധാന്യം നൽകുന്ന ഒരു നാടാണ് കേരളം. കേരളത്തിലെ ഒന്നാമത്തെ ഗവൺമെന്റിന് അധികാരം നഷ്ടപ്പെട്ടത് തന്നെ തന്റെ ജനതയ്ക്ക് അറിവ് പകർന്നു കൊടുത്ത നിയമം ഉണ്ടാക്കിയതിന്റെ ഭാഗമായിട്ടാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് 2025 നിൽക്കുമ്പോൾ കേരളത്തിന്റെ മാറ്റം എന്താണെന്ന് നാം മനസ്സിലാക്കണം. ഇന്നൊരു സർക്കാർ സ്കൂളിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. എന്താണ് കേരളത്തിനകത്തുണ്ടായ മാറ്റങ്ങൾ? ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാമെന്ന മോഹൻലാലിന്റെ സിനിമയുണ്ട്. ആ സിനിമയുടെ പേര് പറഞ്ഞാൽ നിങ്ങൾക്കൊരു പക്ഷേ മനസ്സിലാക്കില്ല. ഡിവൈഎഫ്ഐ അഞ്ചൽ ബ്ലോക്ക് സെക്രട്ടറി ഷൈൻ ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ CPM അഞ്ചൽ ഏരിയ സെക്രട്ടറി D വിശ്വസേനൻ, ഏരിയ കമ്മിറ്റി അംഗം T അജയൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി R ബിജു, അഭിലാഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പരിപാടിയുടെ ഭാഗമായി ഫുട്ബോൾ ആണ് ലഹരി എന്ന പേരിൽ സംഘടിപ്പിച്ച ടൂർണമെന്റിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി 11ഓളം ടീമുകൾ പങ്കെടുത്തു. വാശിയേറിയ ഫുട്ബോൾ മത്സരം വഴിയെ വളർന്നാതെ യുവാക്കൾ ഏറ്റുമുട്ടുകയാണ്. SSLC +2 പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. നാട്ടുവാർത്ത, ഏരൂർ.